പടം പടം പൊളി സാധനം എന്ന് വെച്ചാൽ രജിഷ വിജയന്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെ കേട്ടോ. പടം കാണണം എന്ന് വെച്ചാലേ നമ്മളൊക്കെ മൈൻഡൊക്കെ കട്ടായി പോകും. അമ്മാര് സീനുകളാണ് അതിൽ കിടക്കുന്നത്. ഒരു ഗെയിമിന് സംഭവം ചൊല്ലിയിട്ടാണ് പോകുന്നത്, മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞിട്ട്. പടം അങ്ങനെയും കൊണ്ടുപോകണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടോ. എല്ലാവരും പെർഫോമൻസ് കൊണ്ട് എല്ലാവരും പൊളിയായിട്ടുണ്ട്. ജയതീഷ് ചേട്ടനായിക്കോട്ടെ, പിന്നെ മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും. രജിഷ വിജയന്റെ ഒരു വൻ തിരിച്ചു വരാൻ തന്നെയെന്ന് പറയാം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് വാച്ചിങ്. അടിപൊളിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. വലിയൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഒരുപാട്, അതായത് റോബോട്ടിക് ആം, അതുപോലെ തന്നെ ഒരുപാട് ഗ്ലിച്ചുകൾ, അതുപോലെ തന്നെ ക്യൂബിൽ വരുന്നത്, അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട്. അത് മലയാള സിനിമയിൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഥയാണെങ്കിലും രജിഷ വിജയനൊന്നും ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. നിങ്ങൾ നേരിട്ട് കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ. എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് അത്രത്തോളം മനസ്സിലാവൂ. സൈഫൈ ഫിലിം ആണെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ നല്ല കോമഡി എന്റർടൈൻമെന്റ് കൂടിയാണ്. ആ കോമഡി 2 പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്കായി. എല്ലാവരും തിയേറ്റർ വന്ന് കാണണം. താങ്ക് യു. ആദ്യത്തെ ദിവസം നമ്മൾ ആ ടെൻഷനിലാണ്, ആളുകൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഡിഫറെന്റ് ആവുമ്പോ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട്. ആ ഫ്രഷ്നെസ് ആണോ എടുക്കുന്നത്, അതല്ലാതെ നമ്മൾ കണ്ടുവരുന്ന സിനിമകളുടെ ഒരു ചേരുവയിൽ നിന്ന് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞ് അവര് തള്ളുവോ കൊള്ളുവോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ നമുക്ക്. അപ്പൊ അതില് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ആളുകൾ ബെറ്റർലി റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക് ചെയ്തതിനൊക്കെ ഒരു അർത്ഥം, ഒരു മീനിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാ ഇനി അങ്ങോട്ടുള്ള 2 വർഷം കേട്ട് നമ്മൾ പറഞ്ഞാൽ പോലും 2026 28 ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ പോലും അത് ഒരു ഇമാജിനറി വേൾഡാ. അതില് നമുക്ക് ക്വസ്റ്റനബിൾ അല്ലല്ലോ. എന്തായാലും 2040 ഡെഫിനറ്റ്ലി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഇതിനേക്കാളെന്ന് വിശ്വസിക്കുന്നു. അതല്ലാതെ ബാക്കി ഞാനിപ്പോ കൃഷാന്ത് ആ ഒരു സ്പേസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യന്റെ തലയിലെ ഇമാജിനേഷൻസ് ആണ് കൂടുതൽ വർക്ക് ആയേക്കുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് തോന്നി. ഒന്നും കൊള്ളാത്ത ഒന്നുമില്ല, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. 2046 റിവ്യൂ എടുക്കണമെങ്കിൽ എന്താ പറയാനുള്ളത്? നമ്മൾ 2046 നിൽക്കണമെങ്കിൽ ഇതാണല്ലോ പുള്ളിയുടെ ഇതാണ് നമ്മൾ കണ്ടത്. പുള്ളിയുടെ മനസ്സിലുള്ള പുള്ളി കാണിച്ചു തന്നു. ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ഇതായിരിക്കും എന്നുള്ളത് പുള്ളി കാണിച്ചു തന്നു. അതാ പുള്ളിന്റെ സത്യത്തിൽ ഇങ്ങനെ ഒരു ഗെയിം ഒക്കെ ആദ്യമായിട്ട് പുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഇങ്ങനെ ഒരു ഗെയിം ഒക്കെ ഫ്യൂച്ചറിൽ വരുമായിരിക്കും. മരണം പുള്ളിയുടെ മനസ്സിലുള്ള പുള്ളി കാണിച്ചു തന്നു. കൊള്ളാം, നല്ലൊരു ബ്രില്യൻ പടം.